1940 ജനിച്ച് 1975-80 കാലഘട്ടങ്ങൾ വരെ ഏകദേശം ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിരിക്കുന്ന ആ ഒരു കാറ്റഗറീസിനെയാണ് ശാസ്ത്രലോകം വിളിക്കുന്നത് മില്ലേനിയം ജനറേഷൻസ്. അതായത് കണ്ടുപിടുത്തങ്ങളും ടെക്നോളജികളും ഒന്നും കടന്നു വരാത്ത അയിത്തങ്ങളും അനാചാരങ്ങളും ഒക്കെ നിലകൊണ്ടിരുന്ന പട്ടിണിയും പരിവട്ടങ്ങളും പകർച്ചവ്യാധികളും എല്ലാം നിലനിരുന്ന കുടിയേറ്റ ഒരു ഒഴുക്കുകളൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് 1910 തുടങ്ങി 1980-85 കാലഘട്ടം വരെയുള്ള മനുഷ്യൻ്റെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് വികസനമില്ല, അന്ന് മണ്ണാൽ മെഴുകപ്പെട്ട തറകൾ, ചാണകമെഴുകിയ തറകൾ, പുല്ല്, ഓല ഒക്കെ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഓടുകളൊക്കെ കടന്നു വന്നു. അന്ന് മൺപാത്രങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ, മറ്റുള്ള പാത്രങ്ങളില്ല. സ്റ്റൗവ്, ഈ പറഞ്ഞ ഗ്യാസ്, ടെലിവിഷന്, ഫ്രിഡ്ജ്, മറ്റുള്ള യാതൊരു ഇലക്ട്രോണിക്സ് സംവിധാനങ്ങളും ഇല്ലാത്ത, ഗ്രാമഫോൺ ഇല്ലാത്ത, ടെലഗ്രാമും പോസ്റ്റ് ഓഫീസ് സംവിധാനം മാത്രമുള്ള, കടത്ത് വഞ്ചികളും ചങ്ങാടങ്ങളും മാത്രമുള്ള, കാളവണ്ടികളും മാത്രമുള്ളൊരു കാലം. ആ കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, IT ആക്ട് ഇല്ല, മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ IT ആക്ട് അന്നില്ല. അതേപോലെ യന്ത്രം ഘടിപ്പിച്ച, മോട്ടോർ ഘടിപ്പിച്ച വാഹനങ്ങളില്ലാത്തത് കൊണ്ട് മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്നില്ല. മനസ്സിലാക്കണം, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പൂർവികർ മനോഹരമായ രീതിയിൽ അവർ സ്നേഹം പകുത്തുകൊടുത്ത് മതവിശ്വാസത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിത നൈപുണ്യത്താൽ അവരെല്ലാം ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. ആ ഒരു ഗണത്തിനെയാണ് ശാസ്ത്രലോകം വിളിക്കുന്നത് മില്ലേനിയം ജനറേഷൻസ്, അല്ലേ? ആ ജനറേഷൻ കഴിഞ്ഞപ്പം അടുത്തൊരു ജനറേഷൻ ഇവിടെ വന്നു. ആ ജനറേഷനാണ് Z ജനറേഷൻസ്. ഞാനൊക്കെ അതിൽപ്പെട്ട ആളാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തർ ആലോചിക്കണം, 1975 ജനിച്ച് 2010 വരെയുള്ള കാലഘട്ടത്തിൽ ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ പിറവിയെടുത്തിട്ടുണ്ട്. 1975 തൊട്ട് 2010 വരെ ഉണ്ടെങ്കിൽ അവനെ Z ജനറേഷൻ കാറ്റഗറീസ് എന്നാണ് വിളിക്കുന്നത്. Z ജനറേഷൻസ്. പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന കാലഘട്ടങ്ങളാണ്. ടെക്നോളജികൾ, ഫോണുകൾ, യന്ത്രങ്ങൾ, IT ആക്ട്, മൊബൈൽ, അത് പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്റ്റുകൾ, പിന്നെ ഒരുപാട് വികസനങ്ങളൊക്കെ കടന്നു വരുന്ന കാലഘട്ടമാണ്. അയിത്തവും അനാചാരങ്ങളൊക്കെ മാറി. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഗ്രാമഫോൺ, ഫോൺ മാറി. പിന്നെ 1GB, 2GB, 3GB സ്പെക്ട്രംസ് കടന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ യേശുദാസ് മനോഹരമായ വരികൾ എഴുതി, വയലാറ് മനോഹര വരികൾ എഴുതി യേശുദാസ് പാടി, സത്യനും പ്രൈം മിനിസ്റ്ററൊക്കെ അഭിനയിച്ച മനോഹരമായ സിനിമകൾക്കൊക്കെ ജീവൻ നൽകിയൊരു കാലഘട്ടമായിരുന്നു ഈ പറയുന്ന Z ജനറേഷൻ്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക, എന്ത് രസകരമായ കാലഘട്ടമാണ്. ഈ കാലഘട്ടം കഴിഞ്ഞപ്പം വേറൊരു കാലഘട്ടം ഇവിടെ വന്നിട്ടുണ്ട്. 2010 തുടങ്ങി 2025 വരെയുള്ള ഒരു കുറഞ്ഞ കാലഘട്ടത്തെ ശാസ്ത്രലോകം വിളിക്കുന്ന പേരാണ് ആൽഫ ജനറേഷൻസ്. ഈ ആൽഫ ജനറേഷൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പം ഇരിക്കുന്ന മക്കൾ. അവരാണ് ഈ മെമൻറ്റോസ് വാങ്ങാൻ വന്നിവിടെ വന്നിരിക്കുന്നത്. ഈ വിഭാഗത്തിനെ ശാസ്ത്രലോകം ഒരുപാട് കാര്യങ്ങളോട് ഉപമിക്കുന്നുണ്ട്. നോക്കണം, ഈ പറയുന്ന ആൽഫ ജനറേഷൻസ് പ്രത്യേകത എന്തൊക്കെയാണ് പറയുന്നത്? അവരുടെ ഭാഷാരീതി, പഠനരീതി, സ്വഭാവരീതി, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ടോട്ടലി ചേഞ്ചാണ്. അവർ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരല്ല ബഹുഭൂരിപക്ഷം വരുന്ന ആൽഫ ജനറേഷൻസും. അവർ രാത്രിയെ പകലാക്കും, പകലിനെ രാത്രിയാക്കും. അവരുടെ ഭക്ഷണങ്ങളെല്ലാം നേരെ റിവേഴ്സ് ലൈഫിലേക്ക് ഭക്ഷണങ്ങൾ തിരിമറി നടത്തും. അവർ രാത്രികളിൽ സഞ്ചാരം നടത്തുന്നവരാണ്. ക്ഷേത്രങ്ങളിലും ചർച്ചുകളിലും അമ്പലങ്ങളിലും കൃത്യസമയത്ത് എത്താതെ അവർ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം വിശ്വാസമുണ്ടെന്ന് കാണിക്കുന്ന തലമുറയിൽപ്പെട്ട ഗോത്രങ്ങളായി മാറുമെന്നും പറയുന്നു. അതുപോലെ തന്നെ IT മേഖലകളിൽ അവർ കഴിവ് തെളിയിക്കും. അവർ ഏറ്റവും മിടുക്കന്മാരും ഏറ്റവും കാര്യശേഷിയുള്ളവരുമാണ്. എന്നാൽ അവർ ഈ കാലഘട്ടത്തിൻ്റെ വക്താക്കളാണ്. ഒരുപക്ഷെ അവർ ഈ കാലഘട്ടത്തിൻ്റെ റാപ്പ് സംഗീതത്തെയും മറ്റുള്ള ചില ആളുകളെയൊക്കെയാണ് അവർ ഹൃദയത്തിലേറ്റുക. അത്തരം ആളുകൾക്ക് വേണ്ടി അവർ ഏറ്റവും കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്യപ്പെടുന്നൊരു കാലഘട്ടമാണ് ഈ പറയുന്ന ആൽഫ ജനറേഷൻ കാലഘട്ടം. അത് മോശം കാലഘട്ടമൊന്നുമല്ല, നല്ല ജനറേഷനാണ്. പക്ഷേ അവരോട് ചോദിച്ചാൽ, അവരുടെ സിനിമകളൊക്കെ അവർ ചോദിച്ചാൽ അവർ പറയും പ്രേമലു, മഞ്ഞുമൽ ബോയ്സും, ആഹ്ലാദം, ആവേശം ഒക്കെ പറയും അവരുടെ സിനിമകൾ. കാര്യം എന്ന് വെച്ചാൽ സിനിമകൾ മുഴുവനും അടിയും ഇടിയും കുടിയാണ്, അല്ലേ? ആവേശവും പ്രേമലും മഞ്ഞുമൽ ബോയ്സുമാണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ എന്നാണ് ഒരു പ്രോഗ്രാം പങ്കെടുത്തപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത്. കാര്യം എന്താ വെച്ചാൽ ആ സിനിമ മുഴുവനും സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താ? അടി, ഇടി, കുടി. അതാണ്. ഫ്രണ്ട്ഷിപ്പിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്, ഹീറോയിസത്തിന് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് സിനിമകൾ മുഴുവനും. പക്ഷേ ഇന്ന് മക്കൾക്കൊക്കെ ഇത്തരം സിനിമകളാണ് ഇഷ്ടപ്പെടുന്നത്. അവർ ഈ കാലഘട്ടത്തിൻ്റെ വക്താക്കളാണ്. ഒരുപക്ഷെ അവർ മാതാപിതാക്കളെ അത്ര മികവുറ്റ രീതിയിൽ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തണമെന്ന് വിശ്വസിക്കാത്ത ഒരു ജനറേഷനാണ് അവരൊന്ന് ശ്രമിച്ചാൽ, അവർക്ക് കുറച്ച് സമയം അവരൊന്ന് ശ്രദ്ധ കൊടുത്താൽ, കാഴ്ച ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ല കഴിവുറ്റ മിടുപിടിക്കുമനായി മാറുമെന്ന്
ആൽഫ ജനറേഷനെ കുറിച്ചിട്ടാണ് ശാസ്ത്രലോകം വിശേഷിക്കപ്പെടുന്നത്. പക്ഷേ ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളും ഈ കാലഘട്ടത്തിൻ്റെ തെറ്റുകളുടെ കുത്തൊഴുക്കിലേക്ക് കാലിടറി വീഴാൻ സാധ്യതയുള്ള ആധുനിക നവമാധ്യമ കാലഘട്ടത്തിൻ്റെ വാക്താക്കളാണ് ആൽഫ ജനറേഷൻസ്. അവർക്കൊരുപക്ഷെ മുറുക്കാനും ബീഡിയും കള്ളുമൊന്നും അവർ ഉപയോഗിക്കാത്ത തലമുറയാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീര്യം കൂടിയ സിന്തറ്റിക് ഡ്രഗ്സ് മാത്രമേ ഈ ആൽഫ ജനറേഷൻ ഉപയോഗിക്കുകയുള്ളൂ. കാരണം എന്താ? അവർക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അപ്പം അതുകൊണ്ട് പഴയ തലമുറയോട് ചോദിച്ചാൽ ലഹരി എന്താ ചോദിച്ചാൽ അവർ പറയും മുറുക്കാനും മൂക്കുപ്പൊടി, കള്ള്, ബീഡി, ചാരായം എന്നൊക്കെ പറയും പഴയ തലമുറ. പുതിയ തലമുറ ചോദിച്ചാൽ MDMA, പെത്തടി, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ഇങ്ങനെ പുതിയ തലമുറ പറയണം. കാര്യം എന്താ? അവർ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വാക്താക്കളാണ് അല്ലേ? നോക്കണം. അപ്പം 2010 ജനിച്ച് 2025 വരെയുള്ള 15 ഇയേഴ്സിനകത്താണ് ശാസ്ത്രലോകം വിളിക്കുന്നത് അല്ലേ ആൽഫ ജനറേഷൻസ്. ഇനി വേറെ രസമുണ്ട്. 2025 ജാനുവരി 1-ാം തീയതി ജനിച്ച് വരാനിരിക്കുന്ന 2030 വരെയുള്ള 5 വർഷത്തിനെ ജനറേഷനെ ശാസ്ത്രലോകം ഒരു പേര് ചൊല്ലി വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു, ബീറ്റ ജനറേഷൻസ്. നോക്കണം, ബീറ്റ ജനറേഷൻസ്. അതിനെക്കുറിച്ച് ഓളിയാർ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ കാർട്ടൂൺസിന്റെ ചിത്രമുണ്ട്. എന്താണെന്നറിയാമോ? ആ ചിത്രം പറയുന്നത് ആശുപത്രിയിൽ നിന്ന് അമ്മ പ്രസവിച്ചപ്പോൾ നേഴ്സ് കുഞ്ഞിനെ ഒരു ടർക്കിയിൽ പൊതിഞ്ഞിട്ട് അവനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അവൻ്റെ അപ്പനെ കാണിക്കാൻ കൊണ്ടുവരിക, പപ്പയെ കാണിക്കാൻ. ആ പുറത്ത് വന്നിട്ട് ഇവൻ്റെ ഉപ്പയെ കാണിക്കുന്ന സമയത്ത് ഉപ്പ ഇങ്ങനെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്നിട്ട് മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. ഇവൻ ഈ സിസ്റ്ററുടെ ഫോണും അടിച്ചു മാറ്റിയിട്ട് വരണത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്. നോക്കണം, സിസ്റ്ററുടെ ഫോണും അടിച്ചു മാറ്റിയിട്ട് വരണത്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൈൻഡ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട തലമുറ പിറവിയെടുത്തു കഴിഞ്ഞു. 2025 ജാനുവരി 1-ാം തീയതി തുടങ്ങി ഈ പറയുന്ന 2030 വരെ അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൈൻഡാണ്. അവരുടെ ശരീരചലനങ്ങളും അവരുടെ ചിന്തകളും അവരുടെ കവിക്രിയങ്ങൾ മുഴുവനും ഒരു സൈബർ റിലേറ്റഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും. അവർ ഷിപ്പർ ഗോപികളാകും, അവർ ബുദ്ധിമാന്മാരാണ്, അവർ ശാസ്ത്രലോകത്ത് അത്ഭുതങ്ങളെ വിഭാവനം ചെയ്യാൻ കഴിയുന്ന ജനറേഷനാകും അവർ. പക്ഷെ വിശ്വാസരഹിതരാകും അവർ ശാസ്ത്രത്തിന്റെ പിന്നാമ്പറത്ത് നിന്നുകൊണ്ട് വിശ്വാസത്തെ നോക്കിക്കാണുന്ന തലമുറയായി വരും. അവർക്കൊരുപക്ഷെ ഐതിഹ്യങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും വഹലുകളും അവർക്ക് ഖുറാനുകളും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്ന തലമുറയല്ലായിരിക്കാം എന്നും ശാസ്ത്രലോകം സൂചന തരികയാണ്. ഇവിടെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. കാര്യം എന്താ? ലോകം പറ്റ മാറി ഏകദേശം ഈ ആധുനിക നവമാധ്യമ കാലഘട്ടം എന്ന് നമ്മൾ വിശേഷിക്കപ്പെടുന്ന ഈ ഒരു ദുരന്ത കാലഘട്ടത്തിലെത്തി. ഇപ്പം നോക്കണം, എവിടെ നമ്മൾ എന്ന് പത്രം എടുത്ത് നമ്മൾ തുറന്ന് വായിച്ചാലും MDMA പിടികൂടി ഈ വാർത്തയാണ്. നിങ്ങൾക്ക് എൻ്റെ കാറിനകത്ത് 3 പത്രം ഇരിക്കുന്നുണ്ട്. ഒരു പത്രം അച്ചടിച്ചിരിക്കുന്ന തിരുവനന്തപുരം എഡിഷനാണ്. അച്ചടിച്ചിരിക്കുന്ന ഡേറ്റ് 1975 ജാനുവരി 8-ാം തീയതി തിരുവനന്തപുരം നഗരത്തിലെ മലയാള മനോരമ പ്രസ്സിൽ അടിച്ചിരിക്കുന്ന പത്രമാണ്. ആ പത്രത്തിൻ്റെ പ്രധാന പേജിൽ വാർത്ത എങ്ങനെയാണ്? തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ. നോക്കണം, മനോരമ പത്രത്തിൻ്റെ വാർത്തയാണ് തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ. ഞാൻ എൻ്റെ ആപ്പിളിൻ്റെ ലാപ്പിൽ കൊടുക്കാൻ കണക്ടർ ഇല്ല, അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരാമായിരുന്നു. അതിൽ പറയുകയാണ് തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ. എന്നിട്ട് അടിയിൽ എഴുതിയിരിക്കുകയാണ്, ഇന്നലെ വൈകുന്നേരം, നോക്കണം, തലേന്ന് വൈകുന്നേരം 6 മണിക്ക് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു ചെറുപ്പക്കാരനെ കൈവശം വെച്ച് തമ്പാനൂർ സിറ്റി പോലീസ് 60 ഗ്രാം കഞ്ചാവ് പിടികൂടി. എത്ര ഗ്രാമാ മക്കളെ? എത്രയാ? 60 ഗ്രാം കഞ്ചാവ് പിടികൂടിയെന്ന് 1975 സ്റ്റേറ്റ് ന്യൂസാണ്. ഇനി കുറേ ഞാൻ നിങ്ങളെ ഇങ്ങനെ പാസ്റ്റ് അടിച്ച് വിടുക കഴിഞ്ഞാണ്, അതൊക്കെ പോട്ടെ. ഇനി 2010 ഒരു വർഷത്തെ മാത്രം നിങ്ങൾക്ക് എടുക്കുക. ആ പത്രം എൻ്റെ കയ്യിലുണ്ട്. പത്രം അച്ചടിച്ചിരിക്കുന്ന തൃശ്ശൂർ എഡിഷനാണ്. പത്രം മാതൃഭൂമി ദിനപത്രമാണ്. ആ പത്രത്തിൻ്റെ പ്രധാന പേജിൽ വാർത്ത ഇങ്ങനെയാണ്. അവനകത്ത് പാറമ്മക്കാവ് ക്ഷേത്ര പരിസരത്ത് 2 നാടോടി സ്ത്രീകളുടെ കയ്യിൽ നിന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് 1.25 കിലോ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നു. നോക്കണം, 1.25 കിലോ കഞ്ചാവ് വേട്ട നടത്തിയിരിക്കുന്നു. ഈ ഒരു 4 മൊബൈൽ എടുത്തു വെച്ചാൽ തൂങ്ങുന്ന തൂക്കം 1.25 കിലോ കഞ്ചാവ് അത് വേട്ട നടത്തി. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഈ 1.25 കിലോ കഞ്ചാവ് പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോട്ടോയും അതിൻ്റെ അടിയിൽ അവരുടെ ചിത്രങ്ങളൊക്കെ വലിയൊരു പേജ് മുഴുവനും കൊടുത്തിരിക്കുകയാണ്. ആ പത്രം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ പത്രം ഡ്രൈവർ എവിടെയുണ്ട്, പുറത്ത് എവിടെയുണ്ടെന്നോ. 2-ാമത്തെ പത്രം. ഇനി 3-ാമത്തെ പത്രം പറയാം. ആ പത്രം അച്ചടിച്ചിരിക്കുന്നത് മലപ്പുറം എഡിഷനാണ്, മനോരമ പത്രമാണ്. വാർത്ത 2010 പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട. ഇത് ഡിസംബർ 30-ാം തീയതിയാണ്, 2024 ഡിസംബർ 30-ന് വാർത്തയാണ്. പക്ഷേ ഡിസംബർ 30-നല്ല കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. 2024 ഡിസംബർ 28-ാം തീയതിയാണ് ഈ കഞ്ചാവ് നടത്തിയിരിക്കുന്നത്, പോലീസ് പിടിച്ചത്. 29 വാർത്ത വന്നില്ല. കാര്യം അന്നത്തെ ദിവസം ഏമ കമ്മീഷൻ റിപ്പോർട്ട് വാർത്തയാണ് പ്രധാന പേജിൽ മുറവ് നിറഞ്ഞു നിന്നത്. ഏത് നടൻ കൊടുങ്ങും ഇല്ല, ഏത് നടി ഇനിയും കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തും, അതായിരുന്നു മലയാളിക്ക് കേൾക്കാൻ ഇഷ്ടം. അപ്പോൾ നോക്കണം, പിടിച്ചത് എത്രയെന്നറിയാമോ?
പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് അപ്പ് ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക്കൽ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് പിടികൂടിയത് 196 കിലോ കഞ്ചാവ് പിടികൂടിയത്. ആ വാർത്ത പിറ്റേന്ന് വന്നില്ല. ആ വാർത്ത 3-ാമത്തെ ദിവസം പത്രത്തിന്റെ പ്രധാന പേജിൽ വന്നില്ല, 2-ാമത്തെ പേജിലാണ് വാർത്ത വന്നത്. നോക്കണം, 60 ഗ്രാം കഞ്ചാവ് പിടികൂടിയത് സ്റ്റേറ്റ് ന്യൂസായി ദേശീയ ദിനപത്രത്തിന്റെ പ്രധാന പേജിൽ ഇടം പിടിച്ചപ്പോൾ 1975 നിന്ന് 48 വർഷങ്ങൾ 9 വർഷം പിന്നിട്ടപ്പം സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ ആധിക്യം എവിടെത്തി, സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ദുരന്തം എവിടെത്തിയെന്ന് പത്രദൃശ്യ മാധ്യമങ്ങൾ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയാണ്. കാരണം 1975 60 ഗ്രാം കഞ്ചാവ് സ്റ്റേറ്റ് ന്യൂസ് ആയപ്പോൾ 2024 196 കിലോ കഞ്ചാവ് പിടികൂടിയത് പത്രത്തിന്റെ 2-ാം പേജിലും പിറ്റേ ദിവസം വാർത്ത വന്നില്ലാതിരുന്നപ്പോ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ 10 പേർക്ക് ഒരാൾക്കിടയിൽ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം ഇടപെടുന്നുണ്ട്. അപ്പൊ നമ്മളിൽ ഒരുപാട് ക്ലാസുകൾ കേട്ടിട്ടുണ്ട് ലഹരിക്കെതിരെ, ഒരുപാട് സെമിനാറുകളും ബോധവൽക്കരണങ്ങളും കൺവെൻഷനുകളും ഡിബേറ്റുകളും മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നവരാ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സമൂഹത്തിൽ ഇതിന് എഫക്റ്റ് ഉണ്ടാവാത്ത? എന്താണ്, എന്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാവുന്നില്ല? കൂണ് മുളയ്ക്കുന്ന പോലെ ഡി അഡിക്ഷൻ സെന്ററുകൾ കേരളത്തിന്റെ മണ്ണിൽ 2748 ഡി അഡിക്ഷൻ റിഹാബിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ട്. പക്ഷെ എന്തേ ഇവിടെ പോകുന്ന ഒരാളും ജീവിതത്തിലേക്ക് സുബോധത്തിലേക്ക് 10 പേര് പോയാൽ 10 ആളും എന്തേ സുബോധത്തിലേക്ക് തിരികെ വരാത്തത്? 10-ൽ ഒരുവനായിരിക്കും ഒരുപക്ഷെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നത്. എന്താണ് കാരണം? നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? 2019 സോഷ്യൽ മീഡിയയിൽ ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിനകത്ത് യൂണിഫോം ഇട്ടുകൊണ്ട് എടവണ്ണ സ്റ്റേഷനിൽ നിന്ന് ഞാനൊരു വീഡിയോ ചെയ്തു. അതിൻ്റെ അടി ഒരുപാട് കമന്റ് വന്നു, നീ പോടാ പൊട്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ഏത് പൊട്ടനാടാ നീ? പൊട്ട നീ എന്താ സാങ്കല്പികമായിട്ട് സംസാരിക്കാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുട്ടി അന്ന് എന്നോട് സംസാരിച്ച് എടവണ്ണ സ്റ്റേഷനിൽ എടവണ്ണ സ്വദേശിയായ ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ മകനെയുമായിട്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ കുറച്ച് സങ്കടം പറയാണ്ടെന്ന് പറഞ്ഞ് എടവണ്ണ സ്റ്റേഷനിൽ വെച്ച് എന്നോട് സംസാരിച്ച ആ കാര്യങ്ങൾ 5 വർഷം മുമ്പ് സോഷ്യൽ മീഡിയ ഞാൻ പറഞ്ഞു. നോക്കണം, എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഡൽഹി, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒറീസ പോലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങളെ മക്കൾ ഉപരിപഠനം നടത്തുന്നുണ്ടെങ്കിൽ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൈറ്റ് ക്ലബ്ബുകളും വൈറ്റുക ക്ലബ്ബുകളും മ്യൂസിക് ഈവന്റുകളും ഒക്കെ പങ്കെടുക്കുമ്പം അവിടെയെല്ലാം 10 പേരെ ചെറുപ്പക്കാരെ പരിശോധിച്ചാൽ അവരുടെയൊക്കെ 5 ശരീരത്തിനകത്ത് ഈ പറയുന്ന രാസലഹരികളുണ്ട്. രാസലഹരി സിന്തറ്റിക് ഡ്രഗ്സ് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ഇഷ്ടം പോലെ നൈജീരിയക്കാരായ ആളുകൾ നിർമ്മിക്കുന്നുണ്ട്, കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. മക്കളെ ശ്രദ്ധിക്കണം, ആപത്തിൽ പോയി ചാടും. ഈ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 5 വർഷം കഴിയുമ്പം നമ്മുടെ ഈ കുഞ്ഞ് നാട് അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം ആശങ്കപ്പെട്ടു പോകും. കാരണം ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നമ്മുടെയൊക്കെ മക്കളുടെ ശരീരത്തിലുണ്ടാക്കുന്ന വ്യതിചലനങ്ങൾ കേവലം വാക്കിൽ പറഞ്ഞിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പലരോടും കെഞ്ചിയിട്ടും പറഞ്ഞിട്ടും ഒപ്പം നിന്നിട്ടും അതെല്ലാം ഫോളോ അപ്പ് നടത്തിയിട്ടും ഞാനും എൻ്റെ സുഹൃത്ത് മകേഷ് ചിത്രവണ്ണവും നടത്തിയതിൻ്റെ ഏറ്റവും വലിയ ഒരു ശ്രമമാണ് എന്ന് ഓർത്തിരിക്കാൻ ഒരുപാട് 754ഓളം പേരടങ്ങുന്ന, ഇന്നലെയും ഒരു ആൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്, 30 ദിവസം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്ത് വന്നു. അങ്ങനെ 755ഓളം പേരെ ഒത്തൊരുമയോടുകൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പേര് മധുരം എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. എല്ലാവരും അതിനകത്ത് വൈകുന്നേരം 6 മണി തൊട്ട് ആക്റ്റീവാണ്. ജീവിതത്തിനകത്ത് ചില കാര്യങ്ങളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും പലപ്പോഴും. ഇവിടെ നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇരിക്കുന്ന ഈ ദേശക്കാരെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ട് കാണും ജീവിതത്തിനകത്ത്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഇതിനകത്ത് ചായ കുടിക്കാത്ത എത്ര ആൾക്കാരുണ്ട്? ഇവിടെ ചായ കുടിക്കാത്തവർ എത്ര പേരുണ്ട്? ചായ കുടിക്കാത്ത ഈ ഓഡിറ്റോറിയത്തിൽ ചായ കുടിക്കാത്ത എത്ര പേരുണ്ട്? 1 2 3 4 കുടിക്കാറില്ല? ഓക്കെ, 6ഓളം പേര് കൈവെക്കേണ്ട ചായ കുടിക്കാത്തവർ അല്ലേ? ഈ 6 പേര് ചായ കുടിക്കാത്തവരാണ്. ബാക്കി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ചായ കുടിക്കുന്നവരാണ്. നോക്കണം, ഈ ചായ കോഫി, ഇപ്പോൾ ഇവിടെ നിന്ന് കൊടുത്ത ചായ കാഫി, നേരത്തെ ഇവിടെ ചായ കൊടുത്തല്ലോ, ആ ചായ കാഫി നമുക്ക് യാതൊരു ആവശ്യമില്ലാത്തൊരു സാധനം നമുക്കിവിടെ തന്ന സാധനം ഇല്ലേ? ഒന്നാമത് അതിനകത്ത് മധുരം ഭയങ്കര കൂടുതലാണ്. ഈ സാധനം നമുക്ക് ആവശ്യമില്ല. ഈ സാധനം ജീവിതത്തിൽ നമുക്ക് ഉപകാരമില്ലാത്തൊരു സാധനമാണ് ഈ ചായ. എത്ര പഞ്ചസാര അതിനകത്ത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കറിയാമോ? പഞ്ചസാര എത്ര ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്? ഞാനും ഇത് കുടിച്ചു. ഞാനും ചായയുടെ വലിയ ഒരു അഡിക്റ്റാണ് ഞാൻ. നോക്കണം, എത്ര തേയിലപ്പൊടിയും എത്ര പഞ്ചസാരയും ഈ ചായക്കകത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നിരിക്കണേ. ഈ സംഘടനക്ക് എത്ര നഷ്ടമുണ്ടെന്ന് അറിയാത്ത. ഇത് നമുക്ക് തരുന്ന അഡിക്ഷൻ, ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ, ചായ കോഫി 10% മക്കളെല്ലാം ശ്രദ്ധിച്ചോണം. 10% ഒരു ചായയും കാഫിയും ഒരു മനുഷ്യൻ്റെ ബ്രെയിനെ സ്വാധീനപ്പെടുത്തുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
10%. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ പോയി നമ്മുടെ അമ്മമാരും സഹോദരന്മാരൊക്കെ ആ പാത്രം സ്റ്റൗ അങ്ങോട്ട് ഒപ്പം ചൂടുവെള്ളം വെക്കാൻ വേണ്ടി ഓണാക്കും. അല്ലെങ്കിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് നമ്മൾ പാല് ചൂടാക്കി നമ്മൾ ചായ ഉണ്ടാക്കും, അല്ലെ കട്ടൻ ചായ, പിന്നെ ചായ ഉണ്ടാക്കും അല്ലേ രാവിലെ. കാര്യം അത് അത്രമേൽ നമ്മളെ സ്വാധീനിച്ചൊരു ഘടകമാണ് ചായ, കോഫി. 10%. ഇനി അടുത്ത് കേട്ടോളൂ, സിഗരറ്റ് വലിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. സിഗരറ്റിൻ്റെ ലെവൽ ഓഫ് ദ അഡിക്ഷൻ 200 ആണ്. 200% ഇതിൻ്റെ അഡിക്ഷൻ. ചായ 10, സിഗരറ്റ് 200, പിന്നെ മദ്യം 800 മുതൽ 1500 മദ്യം. ഇനി അടുത്ത് അപ്പുറത്ത് നോക്കിക്കോളും, ഹാൻഡ്സ്, കൂൾ, പാൻപരാഗ്, സ്റ്റിക്കർ ആൻഡ് കഞ്ചാവ്. ഇത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം 2000 മുതൽ 3000 വരെയാണ് ദ ലെവൽ ഓഫ് ദ അഡിക്ഷൻ. ഏത്? കൂൾ, ഹാൻഡ്സ്, പാൻപരാഗ്, സ്റ്റിക്കർ ആൻഡ് കഞ്ചാവ്. നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അഡിക്ഷൻ 2000 മുതൽ 3000 വരെയാണ്. ഇനി അടുത്ത് നോക്കിക്കോണേ, പെത്തഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, MDMA, എക്ടസി പോലുള്ള അതിതീവ്രമായ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസുകളിൽ 18 നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന സ്വാധീനം 3000 മുതൽ 6000 വരെയാണ്. 3000 to 6000 ആണ്. നോക്കിക്കോണം, ചായ കാഫി എത്ര മക്കളെ? 10% ചായയും കാഫി. 10% ഉള്ളൊരു ചായയും കാഫിയും നമ്മൾ രാവിലെ കുടിക്കും, നമ്മളെ ബ്രെയിനെ സ്വാധീനിച്ചു 10%. അത് മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല. സിഗരറ്റ് 200% സിഗരറ്റ് നോക്കണം, 200%. മദ്യം 800 മുതൽ 1500. ഈ പറയുന്ന കൂൾ, ഹാൻഡ്സ്, പാൻപരാഗ്, കഞ്ചാവ് 2000 മുതൽ 3000 വരെയും. സൈക്കോട്രോപ്പി സബ്സ്റ്റൻസായ MDMA അടക്കമുള്ള അതിതീവ്രമായ ഈ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് 3000 മുതൽ 6000 വരെയാണ് നമ്മളെ ബ്രെയിനെ സ്വാധീനിക്കുന്നത്. അപ്പം ഈ സ്വാധീനിച്ചിരിക്കുന്ന ബ്രെയിനെ ഒരു വീട്ടിനകത്തൊരു ഉമ്മ പറഞ്ഞാൽ കേൾക്കുമോ, ഭാര്യ പറഞ്ഞാൽ കേൾക്കുമോ, കൂട്ടുകാർ പറഞ്ഞാൽ കേൾക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഫസ്റ്റ്, അല്ലേ? ഇത്രമേൽ ബ്രെയിനെ സ്വാധീനിച്ചിരിക്കുന്ന ഈ സ്വാധീനത്തിൽ നിന്ന് ഒരു സിഗരറ്റ് വലിയിൽ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ, എൻ്റെ മകനെ എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റുക? 35 വർഷമായിട്ട് എൻ്റെ ബാപ്പ പുകവലിക്കുന്നുണ്ട്. എൻ്റെ ബാപ്പ എങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ബാപ്പ കേൾക്കണില്ല? ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഇരുന്ന് കുരച്ചോ, ആശുപത്രി ഞാനല്ല കൊണ്ടുപോകാനുള്ളത്. വയസ്സ് 10-65 ആയില്ലേ അപ്പന്? ഞാൻ നാട് മൊത്തം ക്ലാസ് എടുത്ത് കേൾക്കണം. അപ്പം ഇതിങ്ങനെ വലിച്ചോ, എന്നെ നാണം കെടുത്താൻ. ആ ചുമ കണ്ടില്ലേ, നിർത്തിക്കൂടെ? അതൊന്നും എനിക്കറിയില്ലായിരുന്നു. കാര്യം എന്താ? 40-45 വർഷം എൻ്റെ അച്ഛൻ ഉപയോഗിച്ച് തഴകിയ ഒരു ദോഷം ബ്രെയിനെ സ്വാധീനിച്ചിരിക്കുന്നത്. ഒരു ചായ 10 ആണെങ്കിൽ 200% ബ്രെയിനെ സ്വാധീനിച്ചിട്ടുണ്ട്. മകനായ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ഞാൻ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ബ്രെയിനെ സ്വാധീനിക്കുമോ? നെവർ, സ്വാധീനിക്കൂല. ഇവിടെയാണ് ലഹരി എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ശാസ്ത്രീയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ എങ്ങനെ MDMAക്ക് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരനെയും ഒരു DED സെന്ററിൽ കൊണ്ടുപോയിട്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ വിശ്വസിക്കേണ്ട, കൊണ്ടുവരാൻ പറ്റൂല. പിന്നെ ചിലർ വന്നിട്ടില്ലേ, ഭാഗ്യവും സുഹൃതവുമാണ്. ആ മാതാവിന്റെ പ്രാർത്ഥനയും സ്നേഹവും പരിചരണവും എല്ലാം ഒരു ഫ്രെയിമിൽ വരണം. എന്തെല്ലാം അവന് ഫ്രെയിമിൽ കിട്ടണം? അവന് പിന്നെ കരുതൽ വേണം, സ്നേഹം വേണം, ചേർത്ത് പിടിക്കുക വേണം, സാമ്പത്തികം വേണം, മാനസികം വേണം, സാമൂഹികപരമായിട്ടുള്ള എല്ലാവിധ ആളുകളുടെ സപ്പോർട്ടും കിട്ടി ആത്മീയമായ നിറവ് വേണം. മതവിശ്വാസം, നിസ്കാരങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഒരു ഫ്രെയിമിൽ വന്നാൽ സമൂഹത്തിൽ എല്ലാവരും പറയും, ഓന് പഴയ പോലെ മിടുക്കനാണ്, അവൻ പോണ കണ്ടില്ലേ, അവന്റെ മുഖം മാറി, എന്തൊരു പാവാണ് ഓനെപ്പോലെ ആരും ഉണ്ട് അവിടെ, എന്തെങ്കിലും ചെക്കനാണ് അന്നൊരു ആപത്ത് പറ്റിപ്പോയി, ഇപ്പൊ കണ്ടില്ലേ, ഓനെ കണ്ടാ പഠിക്കേണ്ടത്. ഇങ്ങനെ അവൻ കേക്ക പറയാൻ 4 ആളുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പം എൻ്റെ മോനെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഉമ്മയുണ്ടെങ്കിൽ, അവനൊരു ഭാര്യ ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോഴാണ് സന്തോഷം അനുഭവിക്കുന്നത് ഇക്ക എന്ന് പറഞ്ഞു ആ ഭർത്താവിന് എപ്പോഴും ഒന്ന് ഹഗ് ചെയ്യാൻ ആ ഭാര്യയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, വീടിന്റെ സാഹചര്യങ്ങളെല്ലാം കുറ്റപ്പെടുത്തൽ നെഗറ്റീവ് ഇല്ലാതെ ഒരു ഫ്രെയിമിലൊക്കെ ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ MDMA എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രാസലഹരി, ഇപ്പൊ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ 2000 മുതൽ 3000 വരെ ബ്രെയിനെ സ്വാധീനിച്ച അഡിക്ഷനിൽ നിന്ന് ആ 2000-ന്റെ മുകളിൽ 3000-ത്തിന് മുകളിലേക്ക് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളും സ്നേഹങ്ങളും പരിചരണങ്ങളും അത്രമേൽ ബ്രെയിനെ സ്വാധീനിക്കാൻ കഴിയണം. പറ്റുമോ? അങ്ങനെയെങ്കിൽ ഒരു തിരിച്ചുവരവുണ്ട്. നമ്മൾ പറയുന്നില്ലേ 2 വട്ടം ട്രീറ്റ്മെന്റ് കൊണ്ടുപോയി, 2 വട്ടം കൊണ്ടുപോയി സാറേ, ഓരോ ട്രീറ്റ്മെന്റ് ഒരുപാട് പൈസ മുടക്കിയിട്ടൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. കണ്ടില്ലേ? കാര്യം എന്താ? അവന്റെ ബ്രെയിനെ സ്വാധീനിച്ചിരിക്കുന്ന ലഹരി ട്രീറ്റ്മെന്റും ഒരു കൗൺസിലിങ്ങും ഓൾവാഷ് എന്ന് പറയുന്ന മരുന്നുകളും കൊടുത്താൽ അവൻ സ്വഭാവത്തിലേക്ക് വരുമോ? വരില്ല. സാമൂഹ്യ ചുറ്റുപാടുകളും കുടുംബ പശ്ചാത്തലങ്ങളും എല്ലാം അവന് സന്തോഷമുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് വരാത്തത് കൊണ്ട് അവൻ ആ DED സെന്ററിൽ തിരികെ വന്ന് ഒരു 10-20 ദിവസം അങ്ങനെ പമ്മിയൊന്ന് നിൽക്കും.
അതിനുശേഷം വീണ്ടും അവൻ പഴയ പോലാവും. ശബരിമലയ്ക്കൊക്കെ മാലയിടും ചിലവർ, 40 ദിവസം വ്രതം എടുക്കും, രാവിലെ കുളിക്കും, താടി വെക്കും, ശരണം വിളിച്ച് ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ച് ശരണം വിളിച്ച് തിരിച്ചു വരും. വന്ന് നിങ്ങൾ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? വന്ന് മാല അങ്ങോട്ട് അഴിച്ച് ആ കറുപ്പം മുണ്ടങ്ങോട്ട് അഴിച്ച് വെച്ച് പിറ്റേ ദിവസം 4 എന്തേ ഇല്ലേ? കണ്ടിട്ടില്ലേ? കാര്യം എന്താ? ഇത്രയേ ഉള്ളൂ. ആ പറഞ്ഞു വരുന്നത് ലഹരി മനുഷ്യനെ സ്വാധീനിക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ പഴയ ലഹരികളൊന്നുമല്ല. ഹലോ ഹലോ, ഇവിടെ ഇവിടെ എങ്ങോട്ടാ പോണേ? അവിടെ ഇരുന്നേ, ഇവിടെ വാ. ആഹാ അയ്യടാ, ഇവിടെ ഞാൻ 3ാമത്തെ ക്ലാസ് എടുത്ത് ഞാൻ ബ്ലോക്കിൽ വന്ന് ഇറങ്ങി ഓടി വണ്ടി മാറ്റുമെന്ന് പറഞ്ഞ് കോട്ടക്കിലോട്ട് ഇങ്ങോട്ട് ഞാൻ ട്രാഫിക്കിൻ്റെ ഡ്യൂട്ടിയും കൊടുത്തിട്ട് ഇവിടെ ഓടി വരണേ നിങ്ങളെ ഓർത്തിട്ട്. ന്യൂട്രൽ ചായയും കാപ്പിയും തന്നിട്ട് ഇത്രയും കാറ്റും വാനുള്ളത് ഇറങ്ങി ഓടുക, ഞുള്ളിയാൻ വെച്ചേരും മനക്കാം. 10 മിനിറ്റോടെ എന്നെ സഹിക്കേണ്ടി വരും ഉറപ്പായിട്ടും. അപ്പം നോക്കിക്കേ. അപ്പോളേ ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായി, നിങ്ങളെല്ലാം ഇരിക്കാൻ പറയുന്നതിനാന്ന് മനസ്സിലായില്ലേ? നിങ്ങളെല്ലാം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ചെറിയ ടീമുകൾ അവരും കയറി നടക്കും. അപ്പോൾ കൂട്ടത്തിൽ നടത്തുമോ ഇങ്ങനെ? എല്ലാവരും ഇരുന്നാൽ ചിലർക്ക് പൊങ്ങാൻ പേടി. എപ്പോൾ കണ്ടില്ല പമ്മയാ പോകുന്നത് രണ്ടും കൂടെ അങ്ങോട്ട്. മക്കളെ മൂത്രമൊക്കെയാണ് പൊയ്ക്കോട്ടെ, പാവമാണ്, ചിലപ്പോൾ മൂത്രമൊക്കെയാനായിരിക്കും, പോടാൻ പൊയ്ക്കോ, പോയിട്ട് വാ, നല്ല മക്കളാ. ഇനി ഉമ്മയൊക്കെ കണ്ട് ഞാൻ വഴക്ക് പറയാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നോക്കിക്കോണം, പഴയ ലഹരിയും പുതിയ ലഹരിയും നിങ്ങൾക്കറിയോ എന്താണെന്ന്? ഇപ്പോഴത്തെ ലഹരി ഇപ്പം നിങ്ങളൊക്കെ ഓർത്തോണേ. ഇപ്പം പുതിയൊരു കണക്ക് പറയുന്നുണ്ട്, 10:1 എന്ന്. 10:1. 10ൽ ഒരാളാണ് ഇപ്പം മുറുക്കണത്. കണ്ടിട്ടുണ്ടോ? വെറ്റില ഇങ്ങനെ ഇപ്പോൾ ചുണ്ണാമ്പ് വെച്ച് ഇങ്ങനെ മുറുക്കണ ആൾക്കാരെ നിങ്ങൾ എവിടെയും കാണുന്നുണ്ടോ? 20 വർഷം മുമ്പ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ടാവും, ഒരു പാത്രം ഉണ്ടാവും, വെറ്റിലുണ്ടാവും, എല്ലാവരും മുറുക്കാത്തവരൊക്കെ ഇങ്ങനെ തുപ്പും, മുറുക്കാത്തവരും. ഇപ്പം അതിൽ മുറുക്കുമോ? മുറുക്കുന്നില്ല. 10ൽ ഒരാളെ മുറുക്കുന്നുള്ളൂ. 10:1. പിന്നെ 10:2 എന്താ പറയുക? 10 2 പേരെ സിഗരറ്റ് വലിക്കുന്നുള്ളൂ, അതും ഇപ്പോൾ കുറഞ്ഞു സിഗരറ്റ് വലി. 10:3 എന്താ പറയുക? 10ൽ 3 പേരെ മദ്യപിക്കുന്നുള്ളൂ. 10:4 പേടിക്കണം. കാര്യം എന്താ? 10ൽ 4 പേർ ഹാൻഡ്സ് കൂൾ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ പേടിക്കണം. 10:4. 10ൽ 4 പേര് കഞ്ചാവ്, കൂൾ, ഹാൻഡ്സ് പോലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട്. മോസ്റ്റ് ഡേഞ്ചർ ആണ്. പിന്നെ കഞ്ചാവിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കഞ്ചാവിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ടൊരു ക്ലാസ് ആണെങ്കിൽ എനിക്ക് കഞ്ചാവിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. പക്ഷേ കഞ്ചാവ് എന്ന് പറയപ്പെടുന്നത് ശരീരത്തിനുണ്ടാക്കുന്ന ദോഷം തന്നെയാണ്. പക്ഷേ കഞ്ചാവ് ഇല്ലേ, കഞ്ചാവിന് യഥാർത്ഥത്തിലൊരു ക്ലാസ്സാണ് എടുക്കേണ്ടതെങ്കിൽ ആ ക്ലാസ് എടുക്കുമ്പോൾ ഒരു സത്യസന്ധമായ കാര്യങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മക്കൾ കയറിയിട്ട് ഗൂഗിളിനകത്ത് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് വിക്കിപീഡിയ അല്ലെങ്കിൽ നമ്മൾ കയറിയിട്ട് ChatGPT ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT കഞ്ചാവ് നല്ലതാണെന്ന് ചോദിച്ചാൽ ChatGPT പറയും, ലോകത്ത് മുളച്ചു പൊന്തിരിക്കുന്ന ദൈവികമായ പദവിയിലിരിക്കുന്ന ആയുർവേദ ഔഷധച്ചെടിയാണ് സുഹൃത്തെ കഞ്ചാവ്. അങ്ങനെ പറയും. കഞ്ചാവ് എന്ന് പറയപ്പെടുന്നത് 15 ഡിഗ്രി ശൈത്യമുള്ള മഞ്ഞ് പെയ്യുന്ന മഴക്കാടുകളിൽ തഴച്ചു വളരുന്ന ആയുർവേദ ഔഷധച്ചെടിയാണ്. കഞ്ചാവിനെ പോലെ മറ്റൊരു ചെടി ലോകത്ത് മുളച്ചു പൊന്തിയിട്ടില്ല. 55ഓളം വരുന്ന ഔഷധങ്ങൾ അല്ലെ രോഗങ്ങൾക്കുള്ള ഔഷധമാണ് കഞ്ചാവ്. കഞ്ചാവ് ബോധത്തെയും ബോധ്യത്തെയും ഉണർത്തും. ഏറ്റവും മഹത്തരമായ ദൈവികമായ ഔഷധ ചെടിയാണ് കഞ്ചാവ് എന്നൊക്കെ പറയും. എവിടെയെങ്കിലും കഞ്ചാവിനെ കുറിച്ച് ദോഷം പറയും? പറയില്ല. കാര്യം എന്താ? കഞ്ചാവ് ഏറ്റവും നല്ല ഔഷധ ചെടിയാണ്. കഞ്ചാവ് ലോകത്ത് മുളച്ച് വന്നിട്ടുള്ള ആയുർവേദ സസ്യച്ചെടികളിൽ ഏറ്റവും പ്രൗഢമായ, ഏറ്റവും വിശേഷമുള്ള ഏറ്റവും 40, 50, 65ഓളം അസുഖങ്ങളുടെ ദിവ്യ ഔഷധമാണ് കഞ്ചാവ് എന്ന് പറയപ്പെടുന്ന ഈ സസ്യച്ചെടി. ഇതാരാ പറഞ്ഞിരിക്കുന്നതും കൂടെ അറിയാമോ? ചരക സംഹിതയിൽ. ചരക സംഹിത എന്താ? സുശ്രുതൻ്റെ സുശ്രുത സംഹിതയും ചരകൻ്റെ ചരക സംഹിതയുമാണ് ആയുർവേദ ആചാര്യ പുസ്തകങ്ങളാണ്, 2 അപ്പം ആയുർവേദത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഇന്ത്യക്കാണ് അഭിമാനിക്കാൻ, ഭാരതത്തിന്. നോക്കണം, ആയുർവേദത്തിൻ്റെ ഇപ്പം അലോപ്പതി ഇല്ലേ, ഇന്ത്യയുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് നമ്മൾ വിശേഷിക്കപ്പെടുന്നത് ഹിപ്പോക്രാറ്റീസാണ്. വൈദ്യശാസ്ത്ര പിതാവെന്ന് വിശേഷിക്കപ്പെടുന്ന ഹിപ്പോക്രാറ്റീസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചത് ഭാരതത്തിൻ്റെ ചരകിൽ നിന്നും സുശ്രുതിൽ നിന്നുമാണ്. അല്ലേ? ഭാരതത്തിൻ്റെ ഏറ്റവും സവിശേഷമായ 2 പ്രഗത്ഭരായ 2 വ്യക്തികളാണ് ചരക സംഹിത എഴുതി, സുശ്രുത സംഹിത എഴുതി. ഈ സുശ്രുത സംഹിതയിൽ കഞ്ചാവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയാമോ? യാതൊരു കാരണവശാലും മനുഷ്യൻ ഈ കഞ്ചാവ് എന്ന് പറയപ്പെടുന്ന ഇലസസ്യം നേരിട്ട് മനുഷ്യൻ ഉപയോഗിക്കരുത്. നേരിട്ട് ഉപയോഗിച്ചാൽ ആ മനുഷ്യന് ചിത്തഭ്രമം ഉണ്ടാവും. ചിത്തഭ്രമം, വാട്ട് ഇസ് മീനിങ് ഓഫ് ചിത്തഭ്രമം? സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ബുദ്ധിയിൽ നിന്ന് മാറി അക്രമം കാണിക്കാനും ഇല്ലെങ്കിൽ എല്ലാ 9ൽ പരം ഇമോഷൻസിനെ മനസ്സിലേക്ക് സമന്വയിക്കാൻ കഴിയുന്ന, ബ്രെയിനെ കബളിപ്പിക്കാൻ കഴിയുന്ന, ന്യൂറോ സിസ്റ്റം മുഴുവനും കബളിപ്പിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കഞ്ചാവ് ഉപയോഗിച്ച ഒരാളും ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ മികവ് പുലർത്തിയിട്ടില്ല. കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളും പ്രകാശം പറ്റിയ ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. പക്ഷേ കഞ്ചാവ് നല്ല ആയുർവേദ ഔഷധ ചെടിയാണ്.
അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ ആദ്യം നോക്കുന്നത്, ചാറ്റ് ഗൂഗിളും കയറി നോക്കും എന്താ അതിൻ്റെ വിശേഷം എന്താണെന്ന്. ഇപ്പം ഏറ്റവും നല്ല MDMA എവിടെ കിട്ടും, MDMA ഉപയോഗിച്ചുള്ള സുഖം എന്താണ്, MDMA ഉപയോഗിക്കും എന്താണ്, ബ്രെയിൻ എന്താണ് ഉണ്ടാക്കുന്നത്, എനിക്ക് വെച്ച് ക്ഷീണമുണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, MDMA ഉപയോഗിച്ചാൽ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ചാറ്റ് GPT ഗൂഗിൾക്കൊക്കെ പറഞ്ഞു തരും. MDMA ഉപയോഗിച്ചാൽ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞു വരും. ഈ രാസലഹരി അത് കേട്ടപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമോ? MDMA കുറിച്ച് ദോഷങ്ങൾ ചോദിക്കുന്നു ആരും അത് ചോദിക്കുന്നില്ല. ചില മിടുക്കന്മാർ ചോദിക്കും ഇതിൻ്റെ ദോഷങ്ങൾ എന്താണ്, അപ്പോഴേക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും. MDMA ദോഷങ്ങൾ എന്താ ചോദിക്കുമ്പോൾ എന്താ, നിങ്ങളുടെ ബ്രെയിൻ നശിക്കും, 5 വർഷം കൊണ്ട് സെല്ലുകൾ നശിച്ചു പോകും, ഇമാജിൻ തോട്ട്സുകൾ ഉണ്ടാകും, ദാമ്പത്യമൊന്നും പരാജയപ്പെടും, ഇണയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ന്യൂറോ ട്രാൻസിസ്റ്റത്തിലൊക്കെ തകരാറ് സംഭവിക്കും, പല്ലുകൾ ദ്രവിച്ചു പോകും, ഇന്റേണൽ ഓർഗൻസ് ക്ഷതം വരും, മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റൂല, ഒരുപക്ഷെ ജന്മം നൽകിയ ഉമ്മയെയും സഹോദരങ്ങളെയും ഭാര്യയെയും ഒരുപക്ഷെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രവണതയും ഉണ്ടാകുന്ന ഒരു ഹൈപ്പർ ആക്ടിവിറ്റി നമ്മൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരു 11 സെക്കൻഡുകൾക്കുള്ളിൽ ഒരു മനുഷ്യനെ അവൻ്റെ സ്വാഭാവിക ബുദ്ധിയെ കൺവെർട്ട് ചെയ്യാൻ മാത്രം രീതിയിലേക്ക് ഈ ബ്രെയിനെ നശിപ്പിക്കാൻ കഴിയുന്ന രാസലഹരിയാണ് MDMA എന്നൊക്കെ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മളെല്ലാം നമ്മുടെ മക്കൾക്ക് അറിയാം ഇതൊക്കെ ഇങ്ങനെയുണ്ട്, സംഭവം ഉണ്ട്, 5 വർഷം കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഉണ്ടാവില്ല, രാത്രി കടന്നുറങ്ങുമ്പോൾ ഇത് ഉപയോഗിച്ച് കടന്നുറങ്ങിയാൽ പല്ലിങ്ങനെ കടിച്ച് നേരം വിളിക്കുന്നവരെയും പല്ല് കടിക്കും, പല്ല് മൊത്തം തേയും, അല്ല പല്ലിന് ഷേപ്പ് പോകും, അല്ല കുറേ കഴിയുമ്പോഴത്തേന് എനിക്ക് വിശപ്പുണ്ടാവില്ല, രാത്രി പകലാക്കും, പകലിനെ രാത്രിയാക്കും, പിന്നെ പകൽ മൊത്തം കിടന്നുറങ്ങും, ഭക്ഷണങ്ങൾ കുറച്ച് കഴിക്കും, പിന്നെ ഉണ്ണില്ല, ഉറങ്ങില്ല, നഖം വെട്ടില്ല, മുടി വെട്ടില്ല, വസ്ത്രങ്ങൾ കഴുകൂല, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഉമ്മയോടും ഉപ്പയോടും സഹോദരന്മാരോടും എല്ലാം എതിർക്കാനുള്ള പ്രവണത ഇങ്ങനെ കൂടും. അവസാനം വിശ്വാസം നഷ്ടപ്പെടും, പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും ഒന്നും പോകാതെ ആർക്കും വേണ്ടാതെ കഥകടച്ച് ലൈറ്റ് പ്രകാശത്തിന് പകലിനെ അഭിമുഖീകരിക്കാൻ പേടിയായി ഏതെങ്കിലും ഏജൻസികളെ പോലീസ് എക്സൈസോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി കണ്ടാൽ ആളെ കണ്ടാൽ പേടിക്കും, എപ്പോഴും പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കും. കാര്യം എന്താ, മനസ്സുകൊണ്ട് ഉള്ളിലേക്ക് ഓടി 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 ഞാൻ വല്ലാത്ത രീതിയിലായി എന്ന് ചിന്ത വരും. ഇപ്പം നോക്കാം, അടുത്തൊരു നടനുണ്ട് ഷൈൻ ഡോൺ എന്ന് പറയുന്ന നടൻ. അത് ലൈവ് പോകുന്നതാണോ, അത് ലൈവാണോ? ലൈവ് പറയണ്ടേ, ലൈവാണെന്ന് പറയണ്ടായിരുന്നു എന്നോട്, സംഘടനയോട് പറഞ്ഞില്ല ലൈവാണെന്ന്. ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതിനകത്തൂടെ എൻ്റെ പെൻഷനൊന്നും എനിക്ക് കിട്ടത്തില്ല, കുഴപ്പമില്ല അവിടെ നിന്നോ. ഈ ബോധവൽക്കരണ ക്ലാസ്സിൽ നിങ്ങൾ ലൈവ് വിടരുത്. വിട്ടാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂല, ചിലത് കട്ട് ചെയ്യാൻ പറയേണ്ടി വരും. നമ്മളറിയാതെ ആദ്യം പറയാൻ ലൈവാണെന്ന്. ഞാൻ ചില പേരുകൾ പറഞ്ഞാലോ അവരെ വേദനിപ്പിക്കൂലേ, ആരെടുത്ത് നിങ്ങൾ അങ്ങനെ പറയണം കേട്ടോ, കുഴപ്പമില്ല. അപ്പം എവിടെ പറഞ്ഞു നിർത്തിയ, എവിടെ പറഞ്ഞു നിർത്തിയ മോനെ? ഷൈൻ ഡോൺ ഇല്ലേ, ഷൈൻ ഡോൺ നോക്കണം. ആ ചെറുപ്പക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷൈൻ്റെ റീൽസൊക്കെ നിങ്ങളിങ്ങനെ കണ്ടു കാണും ഇല്ലേ, സുഖം ഞാനിങ്ങനെ അതേ പ്രശ്നം കേട്ടോ ഇല്ലേ, നമ്മളെല്ലാം കണ്ട് ഇങ്ങനെ കണ്ടിരിക്കും. ചെറുപ്പക്കാരനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട നടനാണ്. 10, 20, 40 ലക്ഷം രൂപയൊക്കെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വാങ്ങുന്ന ഒരു നല്ല നടനാണ്, നല്ല കുടുംബ പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ കാര്യം എന്താ, പോലീസ് ചെന്നപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവ് ഫ്ലാറ്റിലുണ്ടായിരുന്നു, ചാടിയത് കാളിലീസ് പോലും ചാടൂല, 250 മീറ്റർ പൊക്കത്തുനിന്ന് ആശാൻ ചാടി നിലത്തോട്ട് ഓടിയത്. ഉസൈൻ ബോൾട്ട് ഓടുന്നേക്കാൾ വേഗത്തിൽ ഓടിയത്, പോലീസ് പിടുത്തം കൊടുക്കാതെ. പിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു, നിങ്ങൾ വായിച്ചു വേണം 10, ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചു. 10 മണിക്ക് വരാൻ പറഞ്ഞപ്പോൾ ആശാൻ 7 മണിക്കാണ് അവിടെ പോയി ഇരിക്കാൻ തുടങ്ങി. ഇങ്ങനെ 7 മണിക്ക് ചോദ്യം ചെയ്ത് കുറേ കഴിച്ചപ്പോൾ കയ്യിലുള്ള പേനയൊക്കെ തിന്നാൻ തുടങ്ങി. അവസാനം ആശാൻ നിലത്ത് കിടന്നത് എനിക്കൊന്നും അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. DAD സെൻ്ററിൽ കിടക്കുക, പുള്ളിക്കാരനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, എക്സസൈസ് കൊണ്ടുപോയി. കാര്യം എന്താ, ഈ ചോദ്യം ചെയ്യാൻ വരുമ്പോൾ ശരീരത്തിനകത്ത് ബ്ലഡ് പരിശോധിക്കും, ലഹരി ഉണ്ടാവുമെന്ന് വെച്ച് 2 ദിവസം ലഹരി ഉപയോഗിച്ചില്ല. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ആ ചേമ്പല വാടുന്ന പോലെ വാടിപ്പോയി ഇങ്ങനെ അല്ലേ. ലഹരിയില്ല, പറ്റില്ല. കാര്യം എന്താ, നമ്മളുടെ മക്കളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ട നമുക്ക് ഒരുപക്ഷെ നമ്മളത് അല്ലേ, നമ്മൾ ചിന്തിക്കണം. എല്ലാവിധ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മളൊരു വീട് നല്ല ചട്ടക്കൂടാണ്, നമുക്ക് മതപരമായിട്ടും സ്നേഹവും കരുതലും എല്ലാം കിട്ടിയ നമ്മുടെ മക്കൾ തെറ്റിലേക്ക് പോയാൽ നമ്മൾ അവിടെയൊക്കെ ശ്രദ്ധിക്കണം.